എൻ്റെ പേര് രാധാമണി എന്നാണ്. എല്ലാവരും എന്നെ വിളിക്കുന്നത് മണിയമ്മ എന്നാണ്. ഞാൻ ഒരു 81-ൽ 4 വീലറിൻ്റെ ലൈസൻസ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ 84 ഹെവി, അങ്ങനെ 2014 ഈ വണ്ടികളുടെ എല്ലാം ലൈസൻസ് എടുത്ത് 2022-ൽ അസാഡസിൻ്റെ ലൈസൻസും എടുത്ത്. അപ്പോൾ ഇനി ലൈസൻസൊന്നും അങ്ങനെ എടുക്കാൻ ബാക്കിയില്ല. എല്ലാത്തിൻ്റെയും ലൈസൻസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 2004-ന് ശേഷമാണ് രംഗത്തോട്ട് അധികം ഇറങ്ങിയിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വേർപാടിന് ശേഷം. അപ്പോൾ ആ പിള്ളേരൊന്നും അത്ര പ്രാപ്തി ആയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഞാനും കൂടി ഇതിൻ്റെ അകത്തോട്ട് കൂടി. എനിക്ക് 2021-ൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. പിന്നെ 22-ൽ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് യെല്ലോ ഡോട്ട് അവാർഡ് കിട്ടി. 22-ൽ തന്നെ ഡൽഹിയിൽ നിന്നൊരു അവാർഡ് കിട്ടി. പിന്നെ നമ്മുടെ മന്ത്രി വീണ ജോർജ് എനിക്കൊരു അവാർഡ് തന്നു. അങ്ങനെ ധാരാളം പുരസ്കാരങ്ങൾ ഞങ്ങളുടെ RT ഓഫീസിൽ നിന്ന് തന്നു. അപ്പോൾ പല പല ആൾക്കാരും എനിക്ക് ഒരു ഇൻസ്പിറേഷണൽ അവാർഡ്, പ്രചോദനം എന്ന നിലയിലുള്ള അവാർഡാണ് എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത്. ഈ തോപ്പുംപടിയിലേക്ക് എത്തിയ ശേഷമാണല്ലോ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത്? അത്രേ ഉള്ളൂ. എൻ്റെ നാട്ടിൽ അങ്ങനെ ഗ്രാമപ്രദേശമായിരുന്നു, വണ്ടി തന്നെ വരാനുള്ള റോഡുണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം എല്ലായിടത്തും പോലെ ആയി. എന്നാലും അന്നൊന്നും ഇല്ല. ഞാൻ SSLC പരീക്ഷ എഴുതിയത് 2017-ലാണ്. പരീക്ഷ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇവിടെ വന്നിട്ടാണ് SSLCയുടെ റിസൾട്ട് വന്നിട്ടുള്ളത്. ലൈസൻസ്? അതെ, ഭർത്താവിൻ്റെ ആഗ്രഹപ്രകാരം. അന്നും ഞങ്ങൾക്ക് ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടെങ്കിലും ഇവിടുന്ന് ലൈസൻസ് ഒന്നും കിട്ടില്ല. മംഗലാപുരത്തു നിന്നാണ് ലൈസൻസ് കിട്ടിയിരുന്നത്. 4 വീലർ എടുത്ത് 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഹെവി എടുക്കലുള്ളൂ. അതിനു വേണ്ടി ആദ്യം 4 വീലർ, അന്ന് അംബാസഡർ കാറൊക്കെയാണുള്ളത്. ഇങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വണ്ടിയിലൊന്നുമല്ല പഠിച്ച് ലൈസൻസ് എടുത്തത്. അതിനുശേഷം നല്ലതാണ് ഹെവി എടുത്ത്. ഹെവി എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് വണ്ടി ഓടിച്ച് ചേർത്തലേന്നാണ് ഞാൻ ഹെവി എടുത്തത്. 10 ഹെവി ലൈസൻസ് അല്ലേ ഉള്ളത്? 12 വാഹനങ്ങൾ ഓടിക്കാൻ. കാറ്, 2 വീലർ, 3 വീലർ, ബസ്, ലോറി, ട്രെയിലർ, ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, JCB, റോഡ് റോളർ, ട്രാക്ടർ, ഹസാഡസ്. അതുപോലെ തന്നെ ഡിപ്ലോമ ചെയ്തിരുന്നല്ലോ? ഇപ്പം 2023-ലാണ് ഡിപ്ലോമ പാസ്സായത്. ഭർത്താവ് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ വേറെ ക്ലച്ചാ ബ്രേക്കാ ഒന്നുമുള്ള വണ്ടിയിലല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അന്നേരം വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ കൈക്കിട്ട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ കണ്ണടച്ച് കൈയും കാലും ഒക്കെ വിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹെവി ലൈസൻസ് എടുക്കാൻ പേടി കുറഞ്ഞു വരണുണ്ട്. AMV എന്ന് പറയുന്ന കോഴ്സുണ്ട്, DHE എന്ന് പറയുന്ന കോഴ്സുണ്ട്. പിന്നെ ഈ പലതരം കോഴ്സുകൾ, അതായത് ക്രെയിൻ തന്നെ 5 തരം ക്രെയിൻ പഠിപ്പിച്ച് ക്രെയിൻ്റെ മാത്രമായിട്ടൊരു കോഴ്സുണ്ട്. JCB എക്സ്കവേറ്റർ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ തന്നെ ഹിറ്റാച്ചി, ബോബ്കാറ്റ്, അങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഞങ്ങൾക്ക് സൗദി അറേബ്യയിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റിന് വന്നിരുന്നു. അവർക്ക് നിറയെ കാൻഡിഡേറ്റ്സ് വേണമായിരുന്നു. അവർക്കതൊന്നും കിട്ടിയില്ല. അവർ ഇപ്പം ഞങ്ങളോട് പറഞ്ഞേക്കുവാണ് ഈ ഒരു വീൽ ലോഡർ, ബോബ്കാറ്റ്, എക്സ്കവേറ്റർ, ഹിറ്റാച്ചി, ടെലിഹാൻഡ്ലർ എന്ന് പറയുന്നത് എല്ലാ ഈ ക്രെയിനിൻ്റെയും എക്സ്കവേറ്ററിൻ്റെയും ഫോർക്ക് ലിഫ്റ്റിൻ്റെയും ഉപയോഗം ഒന്നിച്ച് ചെയ്യാൻ പറ്റിയ ഒരു എക്യുപ്മെൻ്റാണ് ടെലിഹാൻഡ്ലർ. അതിൻ്റെ ലൈസൻസ്, ഇതിൻ്റെ എല്ലാം ലൈസൻസ് എടുത്താൽ അവർ 30 പേരെ ഞങ്ങൾ കൊടുത്താൽ അവർ വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഒരു റിക്രൂട്ടൊക്കെ മിക്കവാറും ഉള്ള പുറത്തോട്ടുള്ള റിക്രൂട്ടറെല്ലാം ഞങ്ങളുടെ അടുത്താണ് വരിക. എന്ന് വെച്ചാൽ എല്ലാ എക്യുപ്മെൻറ്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്ക് 73 വയസ്സായി. 73 വയസ്സിലും ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അതാണിപ്പോൾ ഞാൻ ഒരു വെളുപ്പിന് രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. 5:30 നടക്കാൻ പോയാൽ 6:30 ആകുമ്പോഴേ നടപ്പ് കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, കൂടുതലും ആണുങ്ങളാണ്. അവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ഇപ്പം വണ്ടി ഓടിക്കാത്തവരൊക്കെ ഉണ്ടാവും.
ഇപ്പോൾ പ്രായമായപ്പോൾ എല്ലാവരും മക്കളൊക്കെ പുറത്തോട്ട് പോയി കഴിയുമ്പോഴാണ് വണ്ടിയുടെ ഒരു ആവശ്യകത എല്ലാവർക്കും വന്നത്. അത് ലേഡീസിനായാലും ജെൻസിനായാലും എല്ലാവരുടെയും മക്കൾ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുക. അപ്പോൾ വീട്ടിൽ വണ്ടി ഉണ്ടാവും, പക്ഷെ എടുക്കാൻ ധൈര്യമില്ല. ഇപ്പം അവർക്കൊക്കെ ഞാനൊരു പ്രചോദനമാണെന്നാണ് അവർ പറയണത്. എല്ലാവരും ഈ മേഖലയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, സ്ത്രീകളടക്കം. അതായത് ഈ ഫോർക്ക് ലിഫ്റ്റിൻ്റെ വെയർ ഹൗസിങ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് അവിടെ എല്ലാം ഇതിൻ്റെ അകത്തായിരിക്കും ജോലി. അതിപ്പോൾ സ്ത്രീകൾക്കും ചെയ്യാവുന്നതാണ്. സ്ത്രീകൾ ഞങ്ങളോട് അന്വേഷിക്കുന്നുണ്ട് സ്ത്രീകൾ കാൻഡിഡേറ്റിന് വേണമെന്ന്. പക്ഷേ ആരും തന്നെ ആ രംഗത്തോട്ട് ഇറങ്ങി വരണില്ല. പക്ഷേ അവരോടും ഞാൻ പറയണത് നല്ല ഒരു ചാൻസ് ഉണ്ട് ഈ മേഖലയിലോട്ട് വന്നാൽ. ഇനിയെല്ലാം എന്ന് വെച്ചാൽ മാൻ പവർ അല്ല, കൂടുതലും എക്യുപ്മെൻ്റ് കൊണ്ടാണ് നമ്മളുടെ ജോലികളെല്ലാം കൂടുതലും എല്ലാവരും ചെയ്യണത്. ട്രാക്ടർ, ഫോർക്ക് ലിഫ്റ്റ്, ബോബ് ക്യാറ്റ് എല്ലാ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ജോലിയെല്ലാം കൺസ്ട്രക്ഷൻസ് ആയാലും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ ധാരാളം ജോലി സാധ്യതയുണ്ട്. ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു 14 അടി വരെ ഉയരത്തിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും അത് ലോഡ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതാണ് റഫ് ടെറൈൻ ക്രെയിൻ. ഇത് ഒരു 360 ഡിഗ്രിയിൽ കറങ്ങി ബിൽഡിങ്ങിലൊക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഉള്ള കപ്പാസിറ്റി ഉള്ളതാണ്. ഇതിന് ഒരു 4 ജാക്കുണ്ട്. ഈ ഏത് റഫായിട്ടുള്ള സ്ഥലത്താണെങ്കിലും ആ 4 ജാക്കിൽ ഉറപ്പിച്ച് ഈ വണ്ടി നിർത്താൻ പറ്റും. ടാച്ചി ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഈ ചെളിയിലൊക്കെ ചെയിൻ പൊതഞ്ഞു പോകാൻ പൊതഞ്ഞിങ്ങനെ വർക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഇറ്റാച്ചി എന്ന് പറയുന്ന ചെറിയ, അതായത് എക്സ്കവേറ്ററിൻ്റെ തന്നെ ഒരു ഇതാണ് ഇറ്റാച്ചി. ഈ ഇറ്റാച്ചി ഓടിക്കാനും എക്സ്കവേറ്റർ എന്ന് പറഞ്ഞ ലൈസൻസ് തന്നെയാണുള്ളത്. ഇത് JCB എന്നാണ് എല്ലാവരും പറയണം. ബാക്ക് ലോഡറാണ്. ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട് ബക്കറ്റ് കണ്ട നിറയെ സാധനങ്ങൾ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മണ്ണിൽ നിന്ന് അടിയിൽ നിന്ന് കോരിയെടുക്കാനുള്ള ചെറിയ ബക്കറ്റ് ഇവിടെയുണ്ട്. ഇത് തിരിച്ചും അപ്പുറത്തോട്ടിരുന്നാൽ അത് വർക്ക് ചെയ്യിപ്പിക്കാം, ഇപ്പുറത്തോട്ടിരുന്നാൽ ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ബസ് ഓടിച്ച് ചേർത്തലയിലോട്ടാണ് പോയത്. അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര അതിശയമായിരുന്നു. ലേഡീസ് വണ്ടിയിൽ കയറിയിട്ട് തന്നെ ഉണ്ടാവില്ല ഈ വലിയ വണ്ടിയിലൊന്നും. അത് ഭയങ്കര പിള്ളേരും വലിയ ആൾക്കാരും ഒക്കെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അവിടെ ടെസ്റ്റിന് ചെന്നപ്പോഴാണെങ്കിലും സാറ് കൈകൊണ്ട് കാണിച്ച് അത്രയും ഒരു പവറായിട്ടാണ് എനിക്കന്ന് തോന്നിയിട്ടുള്ളത്. സ്ത്രീകൾ കൂടുതലായിട്ട് ഈ രംഗത്തോട്ട് വരണമെന്നാണ്. ഇപ്പോൾ വളരെ കുറച്ചായിട്ട് വരുന്നുണ്ട്. ജോലി സാധ്യതക്ക് വളരെ കുറവായിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ പിള്ളേരും ആൾക്കാരും ഒക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ ട്രെയിലർ ഓടിക്കുന്നത്, ഹസാഡസ് ഓടിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ എല്ലാവരും ഈ രംഗത്തോട്ട് വരണമെന്നാണ്. ഇപ്പോൾ ആൺ അല്ലെങ്കിൽ പെൺ അങ്ങനെ ഭേദമില്ലാതെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നടക്കുന്നത്. അപ്പോൾ ഈ രംഗത്തും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ പറയണത്.